സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഒരു പുതിയ കാര്യവുമായിട്ടാണ് വന്നിട്ടുള്ളത്. തികച്ചും എൻ്റെ മതപരമായ കാര്യം. സീറോ മലബാർ സഭാംഗമാണ് ഞാനിത് പറയുമ്പോൾ ഇന്ന് സമകാലീന രംഗത്തെ സമയത്ത് നമ്മൾ യൂട്യൂബിൽ കയറിയ അച്ഛന്മാർ മുതൽ ബിഷപ്പുമാർ മുതൽ നാട്ടുകാർ മുതൽ പറയുന്നതിനോ പ്രവർത്തിക്കുന്നതിന് യാതൊരു വ്യവസ്ഥയുമില്ലാതെ, പ്രത്യേകിച്ച് എറണാകുളം രൂപതയിൽ എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണ് സംസാരിക്കുന്നത്, സഭ അതായത് വിശ്വാസത്തിന് പോലും നിരക്കാത്ത കാര്യങ്ങൾ, വെറും ഏറ്റവും മോശപ്പെട്ട രീതിയിലുള്ളതായ വീഡിയോകൾ ഇത് നിരന്തരം യൂട്യൂബിൽ വന്നുകൊണ്ടിരിക്കുക. സഭാ നേതൃത്വം ഇതിന് നടപടി എടുക്കണം. നടപടി ഇപ്പോൾ നിയമപരമായിട്ട് നടപടി സാധ്യത ഒരു ചർച്ചയിലൂടെ ഇങ്ങനെ ഈ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള വീഡിയോകൾ, സാധാരണ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോകൾ, മറ്റ് മതവിശ്വാസികളുടെ ഇടയിൽ ക്രൈസ്തവ വിശ്വാസികൾക്ക് നാണക്കേടുണ്ടാക്കുന്ന, ഒരിക്കലും അവർ മാന്യരായി കണക്കാക്കപ്പെടാൻ സാധിക്കാത്ത വിധം മോശപ്പെട്ട വീഡിയോകൾ, ഇതിനെന്തെങ്കിലും ഒരു അറുതി വന്നേ പറ്റൂ. ഈ സംഭവം അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിലെത്തി നിൽക്കുക. പ്രത്യേകിച്ച് എറണാകുളം അതിരൂപതയായിട്ട് ബന്ധപ്പെട്ട് വിഭജനമോ ഭരണപക്ഷമോ ആരെങ്കിലും ഒക്കെ ആയിക്കോട്ടെ, നമുക്ക് നൺ ഓഫ് അവർ ബിസിനസ്. അവർ കാട്ടിക്കൂട്ടുന്ന രണ്ട് സൈഡിലും കാട്ടിക്കൂട്ടുന്ന വീഡിയോകളും പറഞ്ഞു പെടുത്തുന്ന കഥകളും ഇതെല്ലാം ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ യാക്കോബായ സമുദായത്തിൽ ഉണ്ടായ വഴക്കോട്ട് ബന്ധു നോക്കുമ്പോൾ ഏകദേശം അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ എപ്പിസ്കോപ്പൽ സഭകളിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണിത്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് സീറോ മലബാർ സഭ ഘട്ടം ഘട്ടമായി ലത്തീൻ സഭയിൽ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ഭാഗമായിട്ട് മാറണം. ഇപ്പോഴും നമ്മുടെ ഭാഗമാണ്. നമ്മളിപ്പോഴും ഭാഗമാണെന്ന് പറയുമ്പോൾ നമ്മളൊരു പരിധി വരെ പരിശുദ്ധ കത്തോലിക്ക സഭയെ ലത്തീൻ സഭയിൽ വത്തിക്കാനിലെ സഭാ നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള സംശയമുണ്ട്. ഞങ്ങൾക്കൊരു ഭയങ്കര സംസ്കാരമുണ്ട്, ഞങ്ങൾ അതിൻ്റെ ഭാഗമാണ്, അതാണ് ഇതാണ് മണ്ണാങ്കട്ടിയാണ് മാങ്ങത്തിരിയാണ്. ഇതിനൊന്നും ഒരു കാര്യമുള്ള കേസൊന്നുമല്ല. നമ്മൾ 40 ലക്ഷം സീറോ മലബാർ കത്തോലിക്കയുടെ ഏകദേശം 15-20 ലക്ഷത്തോളം ലാറ്റിൻകാരുണ്ട് അല്ലേ? അതും കേരള ഭൂമി തന്നെയുള്ളവരല്ലേ? ഈ കേരളത്തിൽ താമസിക്കുന്ന അവരിവിടെ ജീവിക്കുന്നില്ലേ? അവർക്കും കുർബാനക്രമമില്ലേ? നമ്മളും അവരുടെ വ്യത്യാസം തന്നെയുള്ളേ. എന്ത് മേന്മയാണ് നമുക്കുള്ളത്? ഒരു കുരിശുണ്ടെന്നോ? അതൊരു ഈ കുർബാനക്രമം നമ്മളെ മാത്രമാണോ? ഈ കുർബാനക്രമം തന്നെയാണ് ജാക്കോബിറ്റാർ ചെയ്യുന്നത്, സിറിയ ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്, മാർത്തോമക്കാർ ചെയ്യുന്നത് തന്നെയാണ്. ആ ഒരൊറ്റ വിധിക്കാരും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് വലിയ വിലയൊന്നുമില്ല. ഇപ്പം നമുക്ക് സിനഡിന് ഈ മെത്രാന്മാരെയൊക്കെ വാഴിക്കാനുള്ള അവകാശങ്ങൾ കൊടുത്തുള്ള അവകാശങ്ങൾ പൂർണ്ണമായിട്ട് വത്തിക്കാൻ പിൻവലിക്കണം. എന്നിട്ട് വത്തിക്കാനിൽ തന്നെ പോപ്പിന്റെ നേതൃത്വത്തിൽ എങ്ങനെയാണോ പരിശുദ്ധ കത്തോലിക്ക സഭ ലോകം മുഴുവൻ പോകുന്നത് ആ രീതിയിലേക്ക് ഈ കത്തോലിക്ക സീറോ മലബാർ സഭയും വരണം. ഘട്ടം ഘട്ടമായിട്ട് ഇപ്പോൾ തലമുറയ്ക്ക് മാറ്റാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 10, 15, 20 വർഷം കൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും ഈ സീറോ മലബാർ സഭ ഇല്ലാതാവണം. അത് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ഭാഗമായിട്ട് മാറണം. ചില വ്യക്തികളുടെ താല്പര്യങ്ങളല്ല ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, വിശ്വാസമാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ്. കത്തോലിക്ക വിശ്വാസം, യേശുക്രിസ്തുവിന്റെ സ്നേഹം, അതാണ് ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ആഷ് വെനസ്ഡേ എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പ അടക്കമുള്ളവർ 50 നോയമ്പ്, നമ്മൾ ഞങ്ങൾ തിങ്കളാഴ്ച മുതൽ നോയമ്പ് നോക്കും. ഇങ്ങനെ നമ്മളെ കുറച്ച് നിസ്സാര കാര്യങ്ങൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി അത് നമുക്ക് നമ്മുടേതായ അസ്തിത്വം, ഇപ്പോൾ സീറോ മലബാർ സഭയുടെ അസ്തിത്വം അന്വേഷിക്കുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ അസ്തിത്വം? നമ്മൾ പക്ഷെ പഴയ പുരാണം പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ട് കാളവണ്ടി വലിയ സംഭവമായിരുന്നു പറഞ്ഞ് കാളവണ്ടി പിടിച്ചു നടക്കുന്നു. ഏതാണ്ട് നമ്മുടെ ഈ ക്രമത്തിലെല്ലാം ഇതാണ്. അതായത് നമ്മുടെ അടിസ്ഥാന കാര്യങ്ങളായിട്ടുള്ള വിശ്വാസം, പ്രമാണങ്ങൾ, ഇതെല്ലാം കത്തോലിക്ക സഭയുടെ പ്രമാണങ്ങൾ നമ്മൾ കൊണ്ടുപോകുന്നത് ചെറുതാണ്. കാരണം നമ്മൾ അതിൻ്റെ ഭാഗമാണ്. പിന്നെ നമുക്ക് എന്താണ് തടസ്സം? എത്രയോ മനോഹരമായിട്ട് ഇവിടുത്തെ ലത്തീൻ സഭയിൽ അവിടുത്തെ ബിഷപ്പുമാരെ യൂട്യൂബിൽ കാണാനില്ല, വളരെ അപൂർവമായിട്ട് കാണാനുള്ളൂ. അവിടുത്തെ അച്ഛന്മാരെ കാണാനില്ല, ഡാൻസ് കളിക്കുന്ന അച്ഛന്മാരെ കാണാനില്ല, തെരയും തെറ്റുള്ള അൽമാരെ കാണാറില്ല, തലമുത്തി വൈദികനെ താഴെട്ടിടുന്ന കഥകളൊന്നും കേൾക്കാറില്ല. അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഉള്ള തെറ്റിദ്ധാരണകൾ നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ എടുത്ത് മാറ്റിവെച്ച് പരിശുദ്ധ പത്രോസ്ലീഹയുടെ സിംഹാസനത്തിലേക്ക്, പരിശുദ്ധ പിതാവിൻ്റെ കീഴിലേക്ക്, ലത്തീൻ സഭയിലേക്ക് നമ്മൾ ലത്തീൻ റീത്തിലേക്ക്, നമ്മൾ സഭയിലേക്കല്ല പോകുന്നത്, ലത്തീൻ റീത്തിലേക്ക് ഈ സീറോ മലബാർ റീത്ത് അതായത് ഈ ഡിനോമിനേഷൻ ചേരണം. ഘട്ടം ഘട്ടമായിട്ട് ചേരണം, ഒറ്റയടിക്ക് ചേരണമെന്ന് ആരും പറയുന്നില്ല. ഇത് ഒറ്റ മാർഗ്ഗമാണ് ഇതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് ഇത് എറണാകുളം അതിരൂപതയെ സംഭവിച്ചു, നാളെ ഇരിഞ്ഞാലക്കുട സംഭവിക്കും, മറ്റന്നാൾ വേറെ രൂപത സംഭവിക്കും. ഇതെല്ലാം ഒരു കൂട്ടത്തല്ലായി, വഴക്കായി, ബഹളമായി, നാണക്കേടായി മറ്റ് സഭയ്ക്കും സമൂഹത്തിനും രാഷ്ട്രത്തിനും ജനത്തിനും എല്ലാം നാണക്കേടായിട്ട്, ഏറ്റവും ഒടുവിൽ കർത്താവ് യേശുക്രിസ്തുവിനെ അപമാനിക്കുന്നതിന് തുല്യമായിട്ട്. ഇത് മാറാതിരിക്കണമെങ്കിൽ ഇനി പുതിയ രൂപതകൾ സ്റ്റാർട്ട് ചെയ്യരുത്, ഉള്ള രൂപതകൾ മതി. അതുപോലെ തന്നെ ലോകം മുഴുവൻ പോയി നമ്മളൊരു വിഘടന ശക്തിയായിട്ട് മാറണം. നമ്മളൊരു ഐക്യത്തിലേക്കാണ് വരേണ്ടത്. നമ്മൾ എവിടെയെല്ലാം നമ്മളിങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് വേർതിരിയുന്നുണ്ടോ അവിടെയൊക്കെ ഏറ്റുമുട്ടലായി, സംഘർഷങ്ങളായി, അതുപോലെ തന്നെ ആശയപരമായിട്ടുള്ള പ്രശ്നങ്ങളായി, അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളായി മാറുകയും ചെയ്യുന്നത്. ഈ ഒരൊറ്റ മാർഗം ഒഴിച്ച്
വേറൊരു മാർഗം സീറോ മലബാർ സഭയെ രക്ഷപ്പെടുത്താനില്ല. ഇനി ഞാനീ പറയുന്നത് വ്യക്തമായിട്ട് പറയുന്നു. ഇനി ഒരു 10-20 വർഷം കഴിയുമ്പോൾ ഇന്ന് മലബാർ എറണാകുളം അതിരൂപതയിൽ എന്ത് നടക്കുന്നു അതിനേക്കാൾ വർഷമായിട്ടുള്ള അവസ്ഥയിൽ, അല്ലെങ്കിൽ ജാക്കോബായ സമുദായക്കാരിവിടെ എന്ത് കാട്ടിക്കൂട്ടിയോ ശവം വെച്ചുകൊടുത്ത് ഇതിനേക്കാൾ മോശപ്പെട്ട രീതിയിലേക്ക് നമ്മുടെ സീറോ മലബാർ സഭ പോകും. അതുകൊണ്ട് നമ്മുടെ ഈഗോ വെടിഞ്ഞ് നമുക്ക് ആരുടെയും സ്ഥാനമാനങ്ങൾ, നമ്മുടെ സ്ഥാനമാനങ്ങളല്ല വലുത്. കർത്താവിനോടുള്ള സ്നേഹം, കത്തോലിക്ക സഭയിലുള്ള വിശ്വാസം ഘട്ടമായിട്ട് പരിശുദ്ധ കത്തോലിക്ക സഭയിലേക്ക് നയിക്കുക, ഒറ്റയടിക്കല്ല. കാരണം നമുക്ക് ലാറ്റിൻ സഭയിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം അവിടെ റിസർവേഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയായിട്ട് നിൽക്കുക. നമ്മൾ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ അതായത് ആഷ് വെനസ്ഡേ, നമ്മൾ ആഷ് വെനസ്ഡേ സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ ആ പരിശുദ്ധ കത്തോലിക്ക സഭയിൽ നമുക്ക് നമ്മുടേതായിട്ട് എന്തെങ്കിലും പറയാം. അതുപോലെ കുർബാന അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണം, ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണം. ഇപ്പം എന്തായി? ആകെ കുളമായി. ഈ അവസ്ഥയിലേക്ക് എല്ലാം പോകാൻ കാരണം ഇതാണ്. ഈ സിനഡും വേണ്ട, മണ്ണാങ്കട്ടയും വേണ്ട, മാങ്ങാത്തുരിയും വേണ്ട, ആവശ്യമുള്ള ബിഷപ്പുമാരെ വപ്പിക്കാനെന്ന് പരിശുദ്ധ പിതാവ് തീരുമാനിക്കുന്നു, നടപ്പാക്കുന്നു. ഈ സംവിധാനത്തിലേക്ക് പോകണം. ഇത് ആർക്കാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട്? ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഇതിൻ്റെ ഏക മാർഗമുള്ളൂ. വേറെ ഒരു മാർഗം ഇതിനില്ല. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സ്നേഹമുണ്ട്, കർത്താവിനോടുള്ള സ്നേഹമുണ്ട്. ആരെങ്കിലുമൊക്കെ എൻ്റെ ആശയത്തെ പിന്താങ്ങുകയാണെങ്കിൽ അവരോടൊപ്പം ഞാനുമുണ്ട്. ഫോർ ദ ടൈം ബീയിങ്, ഗുഡ് ബൈ.